എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം 24-ാമത്തെ അധ്യായം. മഹാദേവൻ പ്രചേതസ്സുകൾക്ക് ആ ഒരു മന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണ് നമ്മൾ, അതായത് രുദ്രഗീതം, അതാണ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ പ്രചേതസ്സുകൾ അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് എന്താ പറഞ്ഞേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ പ്രചേതസ്സുകൾ അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് പറഞ്ഞു കൊടുത്തതുപോലെ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുൻപ് ആ പ്രകൃതിയുടെ ഇച്ഛയറിഞ്ഞ കർമ്മം ചെയ്യാനുള്ള അറിവ് ലഭിക്കാൻ തപസ്, മനസ്സെ ഏകാഗ്രമാക്കാൻ തപസ് ചെയ്യാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ മഹാദേവനെ കാണുന്നുവെന്നോ മഹാദേവൻ ഉപദേശിച്ചു കൊടുത്ത രുദ്രഗീതത്തെ ജപിച്ചുകൊണ്ട് അവർ 10,000 വർഷം തപസ് ചെയ്തു എന്നും മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ വിദുരർ പറയാണ്, ഇതിങ്ങനെ കേട്ടാൽ പോരാ. കാരണം പ്രചേതസ്സുകൾക്ക് മഹാദേവനെ കാണാൻ സാധിക്കുക, അതായത് ഈ ഭൂമിയിൽ ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ, സാക്ഷാൽ പരമശിവനെ ഒരു സ്വരൂപത്തിൽ കാണാൻ സാധിക്കുക, സന്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് അതീവ എന്താ പറയുക, ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും സാധിക്കില്ല. മഹർഷിമാർ വരെ ധ്യാനനിരതരായിട്ട് ഇരിക്കുന്നത് ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവർക്ക് പോലും സാധിക്കാത്ത ഈ ഒരു കാര്യം എങ്ങനെ മഹാദേവനെ പ്രസാദിപ്പിക്കാൻ സാധിച്ചു പ്രചേതസ്സുകൾക്ക്? അതാണ് അവർ തമ്മിൽ എങ്ങനെയാണ് സന്ധിക്കാൻ കാരണമായത്. പിന്നെ ഭഗവാനാണെങ്കിൽ പ്രത്യേകിച്ചും ആത്മാരാമനായി രമിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശരീരരൂപം എടുത്ത് ഭഗവാൻ വരണമെങ്കിൽ ആ പ്രകൃതിയുടെ നിർദ്ദേശം, പ്രകൃതിയുടെ ഇച്ഛയറിഞ്ഞ് ആ ഒരു ശക്തിയോട് കലർന്ന് ഒരു ശരീരരൂപം എടുത്ത് ഭൂമിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ വരില്ല. അപ്പോൾ ഈ രണ്ട് കാരണത്താലും എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയതെന്നും ഭഗവാൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത രുദ്രഗീതം എന്താണെന്ന് വിശദമായി മനസ്സിലാക്കണം. ഇതായിരുന്നു വിദുരർ പറഞ്ഞത്. അപ്പോൾ മൈത്രേയ മഹർഷി അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് മൈത്രേയ മഹർഷി പറയാൻ പോകുന്ന കാര്യം, പ്രചേതസ്സുകൾ ഭഗവാനെ കണ്ടുമുട്ടുന്നതും മഹാദേവനെ കണ്ടുമുട്ടുന്നതും ഭഗവാൻ അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുക്കുന്നതുമാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു ജപമാണ് രുദ്രഗീതം. അപ്പോൾ അത് തുടർന്നുള്ള ശ്ലോകങ്ങൾ ഏകദേശം ഒരു 65 വരെയുള്ള ശ്ലോകങ്ങൾ, ഈ അധ്യായത്തിൽ 65 ശ്ലോകം വരെ രുദ്രഗീതത്തെക്കുറിച്ചാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി കേൾക്കുക. നമുക്ക് രുദ്രഗീതം മാത്രമായിട്ട് ജപിക്കാൻ സാധിക്കും. ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രുദ്രഗീതത്തെ നമുക്ക് ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 19 മുതൽ നമ്മൾ കാണാൻ പോകുന്നു. മൈത്രേയ ഉവാച. അപ്പോൾ മൈത്രേയ മഹർഷി വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പ്രചേതസഃ പിതുഃ വാക്യം ശിരസാ ആദായ സാധവഃ ദിശം പ്രതീചീം പ്രയയുഃ തപസ്സി ആദൃത ചേതസഃ. പ്രചേതസ്സുകൾ പിതുഃ വാക്യം, അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് പറയുന്ന വാക്കുകൾ, ആ ഉപദേശം സ്വീകരിച്ച് ശിരസാ ആദായ, ശിരസാ വഹിച്ച് അത് സ്വീകരിച്ചിട്ട് സാധവഃ സജ്ജനങ്ങളായ പ്രചേതസ്സുകൾ ദിശം പ്രതീചീം, അതായത് പ്രതീചി പടിഞ്ഞാറേ ദിക്ക്
ദിക്കിലേക്ക് പ്രയയുഹു പോയി. എന്തിനാണ്? തപസ്സി ആദൃത ചേതസ, തപസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള മനസ്സോടു കൂടിയിട്ട് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രജേതസ്സുകൾ ആ 10 മക്കളും ഭഗവാനെ, അതായത് സജ്ജനങ്ങളായിട്ടുള്ളവർ, ആ ഭക്തന്മാരായ അവർ പടിഞ്ഞാറേ ദിക്കിലേക്ക് അങ്ങനെ പോയി എന്ന്. അപ്പോൾ ആ ഒരു സരസ് അന്വേഷിച്ചിട്ടാണ് അവർ, ആ തടാകത്തെ തിരഞ്ഞുകൊണ്ടാണ് അവർ പോയത്. ശ്ലോകം 20. സമുദ്രം വിസ്തീർണം അപശ്യൻ സുമഹത്സരഃ മഹന്മനഃ ഇവ സ്വച്ഛം പ്രസന്ന സലിലാശയം. സമുദ്രം സമുദ്രത്തിന് സമാനമായിട്ട് വിസ്തീർണമുള്ള, അത്രയ്ക്ക് വിശാലവും പരപ്പും ആഴവും പരപ്പുമുള്ള ഒരു മഹത്തായ ഒരു സരസ്, ഒരു തടാകം അപശ്യൻ അവർ കണ്ടു. ആ പോകുന്ന വഴിയിൽ പ്രചേതസ്സുകൾ സമുദ്രതുല്യമായ ആഴവും പരപ്പുമുള്ള വിശാലമായ ഒരു തടാകം കണ്ടു. മഹന്മന ഇവ, മഹാന്മാക്കളുടെ മനസ്സുപോലെ, മഹത്തായ സജ്ജനങ്ങളുടെ മനസ്സെങ്ങനെയാ? തെളിഞ്ഞ ജലം പോലെയായിരിക്കും അല്ലേ? അതുപോലെ തെളിഞ്ഞ, അതായത് പരിശുദ്ധമായ, സ്വച്ഛം എന്ന് വെച്ചാൽ പരിശുദ്ധമായ, പ്രസന്നമായ സലിലാശയം, ജലത്തോടു കൂടിയ തടാകമായിരുന്നു അത് എന്ന്. അപ്പം പോകുന്ന വഴിക്ക് അവർ വളരെ വിസ്തീർണമുള്ളൊരു തടാകം കണ്ടു. ഒരു മഹാത്മാവിൻ്റെ മനസ്സുപോലെ പരിശുദ്ധമായ, പ്രസന്നമായ, തെളിഞ്ഞ ജലാശയമുള്ള ഒരു തടാകമായിരുന്നു അത്. ഇനി ആ തടാകത്തിലെ താമരപ്പൂക്കളുടെയൊക്കെ വിശേഷണമാണ് പറയുന്നത് ശ്ലോകം 21. നീലരക്ത ഉൽപ്പലാം അംബോജ കൽപ്പഹാര ഇന്നീവര ആകരം ഹംസ സാരസ ചക്രാഹ്വ കാരണ്ഡവ നികൂചിതം. നീല രക്ത ഉത്പല, നീല നിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള താമരകൾ അംബോജം, ആ ജലത്തിലുണ്ടായിരുന്നു, ആ തടാകത്തിലുണ്ടായിരുന്നു. കൽപ്പഹാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള, വേറൊരു ഭംഗിയിലുള്ള താമര. ഇന്നീവരം എന്ന് വെച്ചാൽ വേറൊരു തരത്തിലുള്ള. അപ്പോൾ താമരയുടെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്ന താമരകളുടെ ആകരം എന്ന് വെച്ചാൽ ഒരു സംഭരണിയായിരുന്നു ആ തടാകമെന്ന്. അത്രയും തടാകം നിറച്ച് നല്ല മനോഹരമായ വിവിധ തരത്തിലുള്ള താമരകൾ ഉണ്ടായിരുന്നു. ഹംസം അരയന്നം, സാരസം വെള്ളക്കൊറ്റികൾ, ചക്രാഹ്വ അതായത് താറാവ്, ഒരു പ്രത്യേകതരം താറാവ്, കാരണ്ഡ പക്ഷികൾ, നികൂചിതം ഇവയുടെയൊക്കെ ശബ്ദവും ആ തടാകത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലനിറത്തിലും രക്തനിറത്തിലുമുള്ള നിരവധി വിധത്തിലുള്ള താമരകൾ ആ തടാകത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരയന്നത്തിൻ്റെ, വെള്ളക്കൊറ്റികളുടെ, താറാവുകളുടെയൊക്കെ ശബ്ദം അവിടെ സ്പന്ദിക്കുന്നും ഉണ്ടായിരുന്നു ആ തടാകത്തിന് ചുറ്റും. ശ്ലോകം 22. മത്തഭ്രമം സൗസ്വര്യ ഹൃഷ്ടരോമലതാ അംഗ്രിപം പത്മകോശരാജഃ ദിക്ഷു വിക്ഷിപത് പവനോത്സവം. മത്തഭ്രമം, തേൻ കുടിച്ച് മത്ത് പിടിച്ച തേനീച്ചകളുടെ സൗസ്വര്യ, ആ മൂളൽ ശബ്ദം കേട്ടിട്ട്, ഹൃഷ്ട സന്തോഷം കൊണ്ട്, രോമം അതായത് രോമാഞ്ചം വന്ന് നിൽക്കുന്ന ലത വള്ളിച്ചെടികളും, അംഗ്രിപം എന്ന് വെച്ചാൽ വൃക്ഷങ്ങളുമായിരുന്നു അതിന് ചുറ്റുമുണ്ടായിരുന്നത്. അതായത് തേനീച്ചകളുടെ ആ ഭ്രമര മൂളൽ സൗണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന വൃക്ഷങ്ങളും വള്ളിച്ചെടികളും ആ തടാകത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ഇനി പത്മകോശരജഃ, അതായത് താമരയുടെ തണ്ടുകളിൽ നിന്നും രജഹ പുറത്തേക്ക് അതിൽ ഉള്ള ആ പൊടികൾ, പൂമ്പൊടി എന്ന് പറയില്ല, ആ പൂമ്പൊടി. വിക്ഷിപത്ത് ചുറ്റുപാടും വിതറി, വിക്ഷിപത്ത് എന്ന് വെച്ചാൽ വിതറുന്ന രീതിയിൽ പവനോത്സവം, നല്ല ഒരു ഇളം തെന്നലും നല്ലൊരു സുഖമുള്ള കാറ്റും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തടാകത്തിൻ്റെ ചുറ്റുഭാഗത്തേക്ക് അവിടുത്തെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്. തേനീച്ചകളുടെ ഭ്രമരം കേട്ട് സന്തോഷം കൊണ്ട് നിൽക്കുന്ന വെള്ളിച്ചെടികളും വൃക്ഷങ്ങളും, അതുപോലെ ഈ തടാകത്തിലെ താമരപ്പൂവിൻ്റെ തണ്ടിൽ നിന്നും വരുന്ന പൂമ്പൊടികൾ അവിടുത്തെ കാറ്റിനാൽ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ വിതറി കിടക്കുന്നുണ്ടായിരുന്നു പൂമ്പൊടികൾ. ശ്ലോകം 23. തത്ര ഗന്ധർവ ആകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്ര തേ മൃദംഗ പണവ ആദി അനുഹോ.
തത്ര അവിടെ അതുമാത്രമല്ല പാട്ടും ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. ഗന്ധർവം ആകർണ്യ, പാട്ട് ആകർണ്യ കേട്ടു, ദിവ്യമാർഗ മനോഹരം, ദിവ്യമാർഗം സ്വർഗത്തിലേതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടും അവിടെ ഇങ്ങനെ ചുറ്റുപാടുന്ന പാട്ടും കേൾക്കാമായിരുന്നു എന്ന്. അത് കേട്ടിട്ട് വിസിസ്മ്യു, അത്ഭുതപ്പെട്ട് ഇങ്ങനെ വിസ്മയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഈ പ്രചേതസ്സുകൾ. രാജപുത്ര, രാജാവിൻ്റെ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകൾ. തേ മൃദംഗ പണവ ആദി അനും, അതോടൊപ്പം മൃദംഗം, അതായത് ചെണ്ടക്കൊട്ട്, പണവം എന്ന് വെച്ച പെരുമ്പറകൾ മുതലായവയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാ അത് ചെയ്യണേ അറിയില്ല. ഈ തടാകത്തിൻ്റെ ചുറ്റുപാട് നിന്നും മൃദംഗത്തിൻ്റെ കൊട്ടും പെരുമ്പറകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ പാട്ടും, സ്വർഗത്തിലേതുപോലെ മനോഹരമായ പാട്ടും, അതിന് ചുറ്റും ഗന്ധർവ സംഗീതവും ഒക്കെ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് വിസ്മയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പ്രചേതസ്സുകൾ. നല്ല സുഖമുള്ള കാറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും തേനീച്ചകളുടെ മൂളൽ കൊണ്ട് വൃക്ഷങ്ങളും വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന വളരെ നല്ല ഒരു അന്തരീക്ഷവും, ആ തടാകത്തിലെ ജലമാണെങ്കിൽ ഒരു മഹാത്മാവിൻ്റെ മനസ്സുപോലെ ശുദ്ധമായ ജലവും, അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഈ പ്രചേതസ്സുകൾ നിൽക്കുമ്പോഴാണ് ആ തടാകത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് വരുന്നത് അവർ കണ്ടത്. ശ്ലോകം 24 25 ഒരുമിച്ച്. തർഹി ഏവ സരസഹ തസ്മിൻ നിഷ്ക്രാമന്തം സഹ അനുഗം ഉപഗീയമാനം അമരപ്രവരം വിബുധ അനുഗൈഹി തപ്തഹേമനികായ ആഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമു ജാത കൗതുകഃ. തർഹിയേവ, ആ സമയത്ത് ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് ആ തടാകത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ചുറ്റുപാടും കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്ന പ്രചേതസ്സുകൾ. ആ സമയത്ത് സരസ തസ്മിൻ, ആ തടാകത്തിൽ നിന്നും നിഷ്ക്രാമന്തം എഴുന്നേറ്റതാ വരുന്നു. സഹ അനുഗം, കൂടെ ഒറ്റയ്ക്കല്ല, അനുചരന്മാരും കൂടെയുണ്ട്. അതാരായിരുന്നു? വിബുധ അനുഗൈഹി, ദേവന്മാരാകുന്ന അനുചരന്മാരുടെ ഉപഗീയമാനം, സ്തുതിയും ഉണ്ടായിരുന്നു. ചുറ്റോറും ദേവന്മാരായ അനുചരന്മാർ ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അമരപ്രവരം, ദേവന്മാരിൽ മുഖ്യനായിട്ടുള്ള ശ്രീ മഹാദേവൻ ആ സരസിൽ നിന്നും അതാ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഒറ്റയ്ക്കല്ല, ചുറ്റും കുറേ അനുചരന്മാരും ദേവന്മാരും ഉണ്ടായിരുന്നു. അവർ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ആ ഭഗവാന്റെ വർണ്ണനയാണ് കേട്ടോ ഇനി. തപ്തഹേമനികായമാപം, ഉരുക്കിയ സ്വർണം പോലെ പ്രഭാവമുള്ള ആഭം ശരീരം, ശിതികണ്ഠം നീല നിറത്തിലുള്ള കണ്ഠം, ത്രിലോചനം 3 കണ്ണുകൾ ഉണ്ടായിരുന്നു, പ്രസാദ സുമുഖം പ്രസാദം നിറഞ്ഞ മനോഹരമായ മുഖം. അങ്ങനെയുള്ള മഹാദേവനെ വീക്ഷ്യ കണ്ടിട്ട് പ്രചേതസ്സുകൾ ജാത കൗതുകം അമ്പരപ്പോടും കൗതുകത്തോടും കൂടി പ്രണേമോ മഹാദേവനെ നമസ്കരിച്ചു എന്ന്. അപ്പോൾ ആ വരുന്നത് മഹാദേവനാണെന്ന് അവർക്ക് മനസ്സിലായി. ഉരുക്കിയ സ്വർണത്തിൻ്റെ പ്രഭാവം പോലെയുള്ള മനോഹരമായ ശരീരത്തിൽ നീല നിറത്തിലുള്ള കണ്ഠവും 3 കണ്ണുകളും പ്രസാദം നിറഞ്ഞ മുഖത്തോടുകൂടി ഭഗവാൻ വരുന്നത് കണ്ടപ്പോൾ അത്ഭുതവും കൗതുകവും തോന്നിയിട്ട് പ്രചേതസ്സുകൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ശ്ലോകം 26. സഹ താൻ പ്രപന്നാർത്തിഹരഃ ഭഗവാൻ ധർമ്മവത്സല ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീത അനുവാചഃ. സഹ, ആ മഹാദേവൻ, താൻ അവരെ, ആ പ്രചേതസ്സുകളെ, പ്രപന്നാർത്തിഹരഃ ദുഃഖിതരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആ ഭഗവാൻ ധർമ്മവത്സലഃ, അതായത് ധർമ്മം എവിടെയാണോ ആ ധർമ്മത്തിൽ പ്രിയമുള്ളവനായ ദുഃഖിതരുടെ സകല ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന ആ മഹാദേവൻ അവരെ, ആ പ്രചേതസ്സുകളെ, ധർമ്മജ്ഞാൻ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആ പ്രചേതസ്സുകളുടെ ശീലസമ്പന്നാൻ സ്വഭാവഗുണം പെരുമാറ്റ ഗുണവും കണ്ടിട്ട് സംപ്രീതനായിട്ട് പ്രീത അനുവാചഃ അവരോടായിട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോൾ മഹാദേവൻ അവരോട് പ്രചേതസ്സുകളോട് സംസാരിക്കുകയാണ് കേട്ടോ. ശ്രീരുദ്ര ഉവാച, ശ്രീരുദ്രൻ പറയുന്നു, യൂയം വേദിഷദഃ പുത്ര വിദിതം വഹ ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം.
എന്താ പറഞ്ഞത്? യൂയം, നിങ്ങൾ. പ്രചേതസ്സുകളെ നോക്കിയിട്ട് മഹാദേവൻ പറയാണ്, നിങ്ങൾ വേദിഷതഃ, വേദമറിയുന്ന പ്രാചീന ബർഹിസിൻ്റെ പുത്രാഹ, പുത്രന്മാരാണെന്ന് വിദിതം, ഞാൻ അറിയുന്നു. നിങ്ങൾ ആ വേദജ്ഞനായിട്ടുള്ള പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരാണെന്ന് ഞാൻ അറിയുന്നു. വഹ, നിങ്ങളുടെ ചികീർഷിതം, ആഗ്രഹം, നിങ്ങൾ എന്താ കാര്യം ചെയ്യാനാണ് ഇപ്പോൾ ഈ തടാകത്തിൻ്റെ കരയിലെത്തിയത്, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നും വിദിതം, ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ എൻ്റെ ദർശനം, അതായത് എന്നെ ഇങ്ങനെ കാണാൻ എൻ്റെ ദർശനം കൃതം, നിങ്ങൾക്ക് സാധിച്ചത്, അതിനു കാരണം വഹ, നിങ്ങളെ അനുഗ്രഹായ, അനുഗ്രഹിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് പറയാണ്, ഭദ്രം ഏവം, നിങ്ങൾക്ക് തീർച്ചയായും മംഗളം വരട്ടെ. അതായത് നിങ്ങൾക്ക് എന്നെ സന്ധിക്കാനായിട്ട് സാധിച്ചത്, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിച്ചതിൻ്റെ കാരണം, ഞാനിവിടെ വന്നതിനൊരു ഉദ്ദേശമുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് മംഗളം വരട്ടെ. നിങ്ങൾ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നും എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ദർശനം സാധ്യമായത്. നിങ്ങൾക്ക് മംഗളം വരട്ടെ എന്ന് പറഞ്ഞു. ശ്ലോകം 28. യഹ പരം രംഹസഃ സാക്ഷാത് ത്രിഗുണാത് ജീവസഞ്ചിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നസ പ്രിയഃ ഹി മേ. നമ്മുടെ നാട്ടിലെ വിഷ്ണു ഭക്തന്മാർ, ശിവഭക്തന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് സംസാരിക്കുന്ന വാദപ്രതിവാദങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വിഷ്ണു ഭക്തന്മാർ വിഷ്ണുവാണ് പരമമായ സത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് വിഷ്ണു ഭഗവാനാണെന്ന് പറഞ്ഞ് വിഷ്ണു ഭക്തർ വാദിക്കുന്നു. മഹാദേവൻ്റെ ഭക്തർ പറയുന്നു മഹാശിവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞ് ശിവൻ്റെ ഭക്തന്മാർ വാദിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്ക് ഇവിടെ ഭാഗവതം പറഞ്ഞു തരുന്നത് കണ്ടോ, നിങ്ങളെ അനുഗ്രഹിക്കുക എന്നൊരു കാര്യം ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ദർശനം കിട്ടിയത്. ഇനി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്നോ അതാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. യഹ, ആരാണോ പരമമായ രംഹസ എന്ന് വെച്ചാൽ മായ, മറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആ മായയാകുന്ന ത്രിഗുണാത്, ഈ ത്രിഗുണങ്ങളുണ്ടല്ലോ, സത്വരജ തമോ ഗുണങ്ങൾക്കും പരം എന്ന് വെച്ചാൽ പരമമായത്, അതിനെയും നിയന്ത്രിക്കുന്ന പരമശക്തിയായതും, ജീവസഞ്ചിതാത്ത്, എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലും ജീവാത്മാവായിരിക്കുന്ന ആ ജീവാത്മാവിനും പരമമായിരിക്കുന്നത് ആരാണോ, ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കും പരമമായിരിക്കുന്നതും ജീവാത്മാവിനും പരമമായിരിക്കുന്നതുമായ ആ സാക്ഷാൽ ഭഗവന്തം വാസുദേവം, ആ സാക്ഷാൽ ഭഗവാൻ വാസുദേവനെ പ്രപന്ന, ആ ഭഗവാൻ വാസുദേവനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ് ശരീരവും മനസ്സും ബുദ്ധിയും ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ടുവച്ചിരിക്കുന്ന, ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്ന ഭക്തൻ യഹ, ആരാണോ സഹ, അവൻ മേ ഹി പ്രിയ, അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന്. എൻ്റെ പരമഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നല്ല മഹാദേവൻ പറഞ്ഞത്. മഹാദേവൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ. ആരാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ത്രിഗുണങ്ങൾക്കും അതീതനായി ജീവാത്മാവിനും പരമമായി നിൽക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ വാസുദേവനിൽ പൂർണ്ണമായ സമർപ്പണം ശരണാഗതി ചെയ്തത് ആരാണോ, ഏതു ഭക്തനാണോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് മഹാദേവൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഭഗവാനിൽ സമർപ്പിതമായ മനസ്സുള്ള ഭക്തരായതുകൊണ്ട് നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഞാനിവിടെ വന്നു ചേർന്നത്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തിനാ ഞാനിവിടെ വന്നത്? നിങ്ങളെ അനുഗ്രഹിക്കാൻ. അതിനുള്ള കാരണം ഭഗവാൻ വാസുദേവനിൽ പരിപൂർണ സമർപ്പണം ചെയ്ത ഭക്തൻ ആരാണോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നു നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഞാനിവിടെ വന്നത്. ശ്ലോകം 29.
ശ്ലോകം 29. സ്വധർമ്മനിഷ്ഠഃ ശതജന്മഭിഃ പുമാൻ വിരിഞ്ചതാം ഏതി തതഃ പരം ഹി മാം അവ്യാകൃതം ഭാഗവതഃ അത വൈഷ്ണവം പദം യഥാ അഹം വിബുധാഃ കലാ അത്യയേ. ഇനി പറയാണ് കേട്ടോ, മഹാദേവൻ പറയാണ് സ്വധർമ്മനിഷ്ഠം. അതായത് നമുക്കറിയാലോ, ചാതുർവർണ്ണ്യത്തിൽ പറയുന്ന 4 വർണ്ണങ്ങളിലുമുള്ളവർ അതാത് കർമ്മം ചെയ്യുന്നു. ഇനി 4 അതായത് നമ്മുടെ 4 ആശ്രമങ്ങളിലുള്ളവർ അതാത് കർമ്മത്തെ ചെയ്യുന്നു. ഒരു മിനിറ്റ്. വസോ വെള്ളെടുത്ത്. സ്വധർമ്മനിഷ്ഠം എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ 4 ആശ്രമങ്ങളിലും പാലിക്കേണ്ട കർമ്മങ്ങളെ സ്വധർമ്മമായി കണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കർമ്മവും ചെയ്യാൻ കഴിവുള്ള ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്താണോ തന്നിൽ നിക്ഷിപ്തമായി പ്രകൃതിദത്തമായി കിട്ടിയ ആ കഴിവ് ആ കർമ്മം ചെയ്യുക. ഇങ്ങനെ അതാത് വിഭാഗത്തിൽപ്പെട്ടവർ, അതാത് ആശ്രമങ്ങളിൽപ്പെട്ടവർ അവരവരുടെ കർമ്മത്തെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ശതജന്മഭി, പുമാൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മനുഷ്യൻ, ശതജന്മഭി 100 ജന്മത്തെ പുണ്യം കൊണ്ട് വിരിഞ്ചതാം ഏതി, വിരിഞ്ചൻ ബ്രഹ്മാവിൻ്റെ ലോകം അതായത് സത്യലോകത്തെ ഏതി പ്രാപിക്കുന്നു. തതഹ അതിനുശേഷം പരം ഹി മാം, പരം അതിൻ്റെയും മുകളിലുള്ള മാം എൻ്റെ ലോകത്തെ അതായത് ശിവലോകത്തെയും പ്രാപിക്കുന്നു. അപ്പോൾ ആ സ്വധർമ്മമായിട്ട് അവനവൻ്റെ കർമ്മത്തെ കൃത്യമായി നിർവഹിക്കുന്നവൻ പുണ്യം ചെയ്തവനാണ് അല്ലേ. നമ്മുടെ കർമ്മത്തെ കർമ്മങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടാതെ ഓരോരോ ആശ്രമങ്ങളിലും ഓരോ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യൻ അതാത് വിഭാഗത്തിൽ അതാത് പ്രായത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കുമ്പോൾ അവൻ ആ ജന്മത്തിൻ്റെ 100 ജന്മത്തിൻ്റെ പുണ്യം കൊണ്ട് അവൻ സത്യലോകം ബ്രഹ്മലോകം വരെ എത്തും. അതിനു മുകളിലുള്ള ശിവലോകവും പ്രാപിക്കുന്നു. എന്നാൽ ഭാഗവതഃ ഭഗവാൻ വാസുദേവനിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനാകട്ടെ വൈഷ്ണവം പദം, ആ വിഷ്ണു പദത്തെ അവ്യാകൃതം ഒരു മാറ്റവുമില്ലാത്ത, അതായത് ഒരു വ്യതിയാനങ്ങളുമില്ലാത്ത സ്ഥിരമായിരിക്കുന്ന ആ വിഷ്ണു പദത്തെ ആണ് പ്രാപിക്കുന്നത്. യഥാ അഹം എങ്ങനെ യഥാന്ന് വെച്ചാൽ എപ്രകാരം, അഹം എന്ന് വെച്ചാൽ ഈ ഞാനും, വിബുധ എന്ന് വെച്ചാൽ ദേവന്മാരും, കലാ അത്യയ ഈ കല ഈ അംശം ഭഗവാന്റെ പ്രകൃതിയുടെ ഭഗവാന്റെ അംശമായിട്ട് അവതരിച്ച് ഈ അവതാര കർമ്മങ്ങൾ പൂർത്തിയാകുന്ന, അതായത് ഈ ഭൗതികമായ ലോകത്തിൻ്റെ സംഹാരം സംഭവിക്കുന്നതോടുകൂടി ഞങ്ങൾ ലയിച്ചു ചേരാൻ, ഞങ്ങൾ വരെ എത്തിച്ചേരുന്ന ആ ലോകത്തിലേക്ക് ഭഗവാന്റെ ഭക്തന്മാർ എത്തിച്ചേരുന്നു എന്ന്. സ്വധർമാചരണം നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു ഭക്തൻ ബ്രഹ്മലോകത്തും എത്തുന്നു, പിന്നീട് അതിന് മുകളിലുള്ള ശിവലോകത്തെയും പ്രാപിക്കുന്നു. പക്ഷേ അതൊക്കെ ബ്രഹ്മാവും ഞാനും ഇരിക്കുന്ന കാലം വരെയാണ് ഈ ലോകങ്ങളൊക്കെ ഉള്ളൂ. ഞങ്ങൾ പോലും അവസാനം എത്തിച്ചേരുന്ന ലോകം വൈകുണ്ഠമാണെന്ന്, വിഷ്ണു ലോകമാണ്. അതായത് ശിവനായിട്ടുള്ള ഞാനും മറ്റെല്ലാ ദേവന്മാരും ഈ കല എന്ന് വെച്ചാൽ അംശമായിട്ട് ഇവിടെ ശിവനായും ദേവന്മാരായും ഇരുന്ന് ഈ കർമ്മം പൂർത്തിയാക്കി ഈ സൃഷ്ടി ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സംഹാരം നടക്കുമ്പോൾ ഞങ്ങൾ പോലും എത്തിച്ചേരുന്നത് ആ വൈകുണ്ഠ ലോകത്തിലേക്കാണ്. ഭഗവാന്റെ ഭക്തന്മാർ എത്തിച്ചേരുന്നത്. ഒരു മാറ്റവുമില്ലാത്ത സ്ഥായിയായ ആ ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭാഗവതന്മാർ, അതായത് ഭഗവാന്റെ ഭക്തന്മാർ, അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞാനിവിടെ എത്തിച്ചേർന്നത് എന്ന് ഭഗവാൻ പറയാണ്. ഇനി ശ്ലോകം 30. അധ ഭാഗവതാ യൂയം പ്രിയാഃ സ്ത ഭഗവാൻ യഥാ ന ഭാഗവതാനാം ച പ്രേയാൻ അന്യഃ അസ്തി കർഹിചിത്.
അഥാ ആയതിനാൽ ഭാഗവത ഭക്തന്മാരായ യൂയം നിങ്ങൾ പ്രിയ ഭഗവാൻ യഥഃ ഭഗവാൻ മഹാവിഷ്ണു എപ്രകാരമാണോ എനിക്ക് പ്രിയപ്പെട്ടവൻ അതുപോലെ തന്നെ പ്രിയാഹ സ്ഥാ നിങ്ങൾ എനിക്ക് അതേപോലെ പ്രിയപ്പെട്ടവനാണ്. മഹാദേവൻ പറയാണ് ഭഗവാൻ വിഷ്ണു എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണോ അത്രയ്ക്കും എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങളും പ്രജേതസ്സുകളും. കാരണം നിങ്ങൾ ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തരാണ്. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങളും എനിക്ക് ഭഗവാനോളം തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ് അതുപോലെ തന്നെ ഭാഗവതാനാം നിങ്ങൾക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഞാൻ അന്യഹ ഞാനല്ലാതെ മറ്റൊരാൾ പ്രേയാൻ വളരെ പ്രിയപ്പെട്ടതായിട്ട് ന അസ്തി കർഹിച്ചിത്ത് എന്ന് വെച്ചാൽ ഒരിക്കലും സംഭവിക്കില്ല. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഭഗവാന്റെ ഭക്തന്മാരുമായിരിക്കും. അത് ഞാനല്ലാതെ മറ്റൊരാളിൽ അവർക്ക് പ്രിയമുണ്ടാവില്ല. അതായത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതുപോലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനുമായിരിക്കും. അതാണ് മഹാദേവൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പോലും ആരാധിക്കുന്ന മഹാദേവൻ പോലും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനാണെന്നാണ് പറയുന്നത്. ആ ഭഗവാൻ വിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള ബന്ധം പോലും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണെന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാർ അതേപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ എന്നൊരു അഹങ്കാരമില്ലാതെ ഭഗവാനിൽ നിഷ്കളങ്ക ഭക്തിയുള്ള ഭഗവാന്റെ ഒരു ഭക്തനെ മഹാദേവനും ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാനിൽ നിഷ്കളങ്ക ഭക്തിയുള്ള ഒരു ഭഗവാന്റെ ഭക്തന് മഹാവിഷ്ണുവിൻ്റെ ഭക്തന് മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. കാരണം അവൻ അറിയുന്നു ഇതെല്ലാം ഒരേ പ്രകൃതി തന്നെയാണ്. അതാണ് നിഷ്കളങ്ക ഭക്തന്മാർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇത് മാത്രമാണ് ഭഗവാൻ, മറ്റൊന്നിലും ഭഗവാനെ കാണുന്നില്ല എന്ന ഭാവമില്ലാതെ അവർക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട നിഷ്കളങ്ക ഭക്തന്മാർക്ക് പരമശിവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. മഹാദേവന് ഭഗവാന്റെ ഭക്തന്മാരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അത്രയ്ക്കുണ്ട് ആ അടുപ്പം എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 31. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ച അഭിശ്രൂയതാം തദ്വദാമിവഹ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്തോത്രം പറഞ്ഞു തരാൻ പോവുകയാണ്. അതാണ് കേട്ടോ, തുടങ്ങാൻ പോവുകയാണ്. ഇതം ഈ സ്തോത്രം വിവിക്തം വളരെ ശ്രേഷ്ഠമാണ്, ജപ്തവ്യം എപ്പോഴും ജപിക്കേണ്ടതാണ്, പവിത്രം പരിശുദ്ധമാണ്, മംഗളം പരം മംഗളകരമാണ്, പരമമായതുമാണ്. ഏറ്റവും പരമമായതും ശുഭകരവും പരിശുദ്ധവുമായ ഈ സ്തോത്രത്തെ നിശ്രേയസ്കരം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രേയസ് നൽകുന്ന, അതായത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഏറ്റവും ശ്രേയസ് നൽകുന്നതുമായിട്ടുള്ള ഈ ഒരു സ്തോത്രത്തെ നിത്യവും ജപിക്കേണ്ടതാണ്. ഈ സ്തോത്രത്തെ വഹ നിങ്ങൾക്കായിട്ട് തദ്വദാമി ഞാനിതാ പറഞ്ഞു തരാൻ പോകുന്നു, ശ്രൂയതാം കേട്ടുകൊള്ളുക. അങ്ങനെ ശ്ലോകം 32 മൈത്രേയ ഉവാച, മൈത്രേയ മഹർഷിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതി അനുക്രോശ ഹൃദയ ഭഗവാൻ ആഹ താൻ ശിവ ബദ്ധാഞ്ജലിം രാജപുത്രാൻ നാരായണ പരവചഃ. ഇതി ഇപ്രകാരം അനുക്രോശ ഹൃദയ വളരെ കാരുണ്യം നിറഞ്ഞ ഹൃദയമുള്ള ഭഗവാൻ ശിവ ഭഗവാൻ മഹാദേവൻ താൻ ആ പ്രജേതസ്സുകളോട് ആഹ പറഞ്ഞു. ബദ്ധാഞ്ജലി രാജപുത്രാൻ തൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന രാജപുത്രന്മാരായ പ്രജേതസ്സുകളോട് നാരായണ പരഹ ഭഗവാൻ നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ മഹാദേവൻ വചഃ എന്ന് വെച്ചാൽ ഇപ്രകാരമുള്ള വാക്കുകൾ ആഹ പറഞ്ഞു എന്ന്. ഇനിയാണ് ശ്രീരുദ്രം, അതായത് രുദ്രഗീതം ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അതായത് 33ാമത്തെ ശ്ലോകം തൊട്ട് 68 ശ്ലോകം വരെ രുദ്രഗീതമാണ് മൈത്രേയ മഹർഷി വിദുരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിലൂടെ ഞാനും നിങ്ങളുമൊക്കെ രുദ്രഗീതം കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട്, ഗുരുപരമ്പരകളെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ രുദ്രഗീതം കേൾക്കാനുള്ള ഒരു യോഗ്യത നൽകിയ എല്ലാ ദേവന്മാരെയും ഒന്ന് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ഓം നമഃ ശിവായ. ശ്ലോകം 33. ശ്രീരുദ്ര ഉവാച. ആദ്യം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ഒന്ന് നമസ്കരിക്കുകയാണ് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് കേട്ടോ. ജിതം തേ ആത്മവിദ് തുര്യ സ്വസ്തയേ സ്വസ്തി അസ്തു മേ ഭവതാ രാധസാ രാധം സർവസ്മാ ആത്മനേ നമഃ. ജിതം അതായത് എല്ലാത്തിനെയും ജയിച്ചവനായ തേ ഭഗവാൻ, അല്ലയോ വാസുദേവ, അങ്ങയുടെ ആ ഒരു മാഹാത്മ്യമുണ്ടല്ലോ, അത് ആത്മവിദ് ആത്മജ്ഞാനം നേടിയവരിൽ തുല്യ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർക്ക് സ്വസ്ഥയെ മംഗളത്തിനായിട്ട്, അവർക്ക് മംഗളം നൽകുന്നതിനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മേ എനിക്ക് സ്വസ്തി അസ്തു മംഗളം നൽകണമേ. ആരാ ഈ പറയണേന്ന് ആലോചിക്കണം. സാക്ഷാൽ ശ്രീ പരമശിവനാണ് പറയുന്നത്. എല്ലാത്തിനെയും ജയിച്ചവനായിട്ടുള്ള അത്രയ്ക്കും മഹാത്മ്യമുള്ള അല്ലയോ ശ്രീ വാസുദേവ, ആത്മജ്ഞാനം നേടിയവരിൽ തന്നെ ശ്രേഷ്ഠരായവർക്ക് മംഗളത്തെ നൽകുന്നതാണ് അങ്ങയുടെ ഈ സ്തോത്രം. ഈ സ്തോത്രം അപ്പം ഭഗവാൻ വാസുദേവനെ ജപിക്കാൻ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ് ശ്രീരുദ്രൻ പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രുദ്രഗീതം എന്ന് വിളിക്കുന്നത്. ഈ രുദ്രഗീതം ഇതിനു മുൻപ് ആദ്യം ബ്രഹ്മാവാണ് തൻ്റെ പുത്രന്മാരായ പ്രജാപതിമാർക്ക് ഉപദേശിച്ചു കൊടുത്തത്. പക്ഷേ ഇത് ഇപ്പോൾ പ്രചേതസ്സുകൾക്ക് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇതിനെ രുദ്രഗീതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആത്മജ്ഞാനം നേടിയ മഹത്തുക്കൾക്ക് ശ്രേഷ്ഠകരമായിട്ടുള്ള ഈ രുദ്രഗീതം പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്നെ അങ്ങ് അനുഗ്രഹിച്ചാലും, എനിക്ക് എല്ലാ മംഗളങ്ങളും നൽകിയാലും, ഭവത അങ്ങ് രാധസ ആത്മാരാമനാണ്, ആത്മാവിൽ രമിച്ച് ഇരിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ രാധം എന്ന് വെച്ചാൽ ആത്മാവിൽ രമിച്ചു കഴിയിരിക്കുന്നവനാണ് അങ്ങ്. അങ്ങ് സർവസ്വരൂപനാണ്. ഈ ഭൗതിക ലോകത്ത് കാണുന്ന സർവചരാചരങ്ങളുടെയും രൂപമായിരിക്കുന്നത്, ആ കാണാൻ കഴിയുന്ന രൂപം അങ്ങ് തന്നെയാണ്. ആത്മനെ അങ്ങ് തന്നെയാണ് പരമാത്മാവായിരിക്കുന്നതും. അങ്ങനെയുള്ള അങ്ങേക്ക് നമഃ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അതാണ് ആദ്യം മഹാദേവൻ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനെയും ജയിച്ച മഹാത്മ്യമുള്ള അങ്ങയുടെ ആ മഹാത്മ്യമാണ് ഈ ആത്മജ്ഞാനം നേടിയവരിൽ ശ്രേഷ്ഠരായവർക്ക് സർവമംഗളത്തെയും നൽകുന്നത്. ആ മഹാത്മ്യമാണ്. ഏത് സങ്കല്പമാണ് കൊണ്ടാണ് അങ്ങ് എല്ലാത്തിനെയും ജയിച്ചത്? ആ മഹാത്മ്യമാണ് ആത്മജ്ഞാനികൾക്ക് മംഗളത്തെ നൽകുന്നത്. അതവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് സർവമംഗളങ്ങളും നൽകണേ. അങ്ങ് ആത്മാരാമനാണ്. അങ്ങാണ് ഈ ലോകത്ത് സർവസ്വരൂപനും. എല്ലാ രൂപത്തിലും നമ്മൾ കാണുന്നത് അങ്ങയെയാണ്. അതുപോലെ തന്നെ അങ്ങ് പരമാത്മാവുമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 34. നമ പങ്കജനാഭായ ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ. നമഃ നമസ്കരിക്കുന്നു പങ്കജനാഭായ നാഭിയിൽ താമരയുള്ള ഈ മുഴുവൻ ലോകത്തെയും സൂക്ഷ്മരൂപത്തിൽ ഉദരത്തിൽ ഒതുക്കി അതിനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു താമരമുട്ടിൻ്റെ രൂപത്തിൽ നാഭിയിലൂടെ പുറത്തേക്ക് വന്ന അതേ ഭഗവാനെ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മം, അവയുടെ പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ 11 ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ എല്ലാം ആത്മനെ നിയന്താവുമായിരിക്കുന്ന വാസുദേവനായ ശാന്തായ ശാന്തസ്വരൂപനായ കൂടസ്ഥായ ഒരു മാറ്റവുമില്ലാത്ത നിത്യനായിട്ടുള്ള സ്വരോജിഷേ സ്വയം പ്രകാശിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ വിഷ്ണുസ്തുതിയാണ് മഹാദേവൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഭിയിൽ താമരപ്പുമുട്ടുള്ള പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, 11 ഇന്ദ്രിയങ്ങളുടെ ഒക്കെ നിയന്താവായിരിക്കുന്ന വാസുദേവനായ ശാന്തസ്വരൂപനായ മാറ്റമില്ലാത്തവനായ സ്വയം പ്രകാശിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു.
ശ്ലോകം 35. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമഃ വിശ്വപ്രബോധായ പ്രത്യുപ്നായ അന്തരാത്മനെ. സംഘർഷണായ, സംഘർഷണമൂർത്തിയായിരിക്കുന്നതും അങ്ങാണ്. സൂക്ഷ്മായ, അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ ഒന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിൽ അനുഭവിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മനായിരിക്കുന്നതും, ദുരന്തായ, ആർക്കും മറികടക്കാൻ കഴിയാത്ത, അതായത് അറ്റമില്ല അന്തമില്ലാത്തവനായിരിക്കുന്നതും, അന്തകായ, എല്ലാത്തിൻ്റെയും അന്തകൻ, കാലത്തിൻ്റെ അടക്കം അന്തകനായിരിക്കുന്നവനുമായ സംഘർഷണമൂർത്തിയായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇനി വിശ്വപ്രബോധയ, ഈ വിശ്വത്തെ മുഴുവൻ ഉദ്ബോധിപ്പിക്കുന്ന, ഉണർത്തുന്ന ജ്ഞാനമായിരിക്കുന്നതും, അതോടൊപ്പം അന്തരാത്മനെ, എല്ലാവരുടെയും ഉള്ളിൽ പരമാത്മാവായിട്ട്, എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിരിക്കുന്ന പ്രത്യുപ്നായിരിക്കുന്ന അങ്ങേക്ക് നമഃ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ സംഘർഷണമൂർത്തിയായിരിക്കുന്നതും പ്രത്യുപ്നായിരിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെ. ആ ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ഭഗവാനെ, മഹാവിഷ്ണുവിനെ നമസ്കരിക്കുകയാണ് ഇവിടെ മഹാദേവൻ ചെയ്യുന്നത്. അതിസൂക്ഷ്മമായതും അറ്റമില്ലാത്ത അവസാനമില്ലാത്തവനായിരിക്കുന്നതും എല്ലാത്തിൻ്റെയും സംഹാരമൂർത്തിയായിരിക്കുന്നവനുമായ സംഘർഷണമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഈ വിശ്വം മുഴുവൻ ഉദ്ബോധിപ്പിക്കുന്ന ജ്ഞാനസ്വരൂപമായിരിക്കുന്നവനും എല്ലാവരുടെ ഹൃദയത്തിലെയും ആത്മാവ്, പരമാത്മാവായിരിക്കുന്ന പ്രത്യുപ്നമൂർത്തിയായിരിക്കുന്നവനുമായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 36. നമഃ നമഃ അനിരുദ്ധായ ഹൃഷികേശ ഇന്ദ്രിയ ആത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃത ആത്മനെ. നമസ്കരിക്കുന്നു, ഞാനിതാ വീണ്ടും നമസ്കരിക്കുന്നു. അനിരുദ്ധനായിരിക്കുന്ന ഹൃഷികേശൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്ന, ഇന്ദ്രിയ ആത്മന, ഇന്ദ്രിയങ്ങളുടെയൊക്കെ യജമാനനായിരിക്കുന്ന, അപ്പം ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെയും യജമാനനായിരിക്കുന്ന, അനിരുദ്ധനായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു, വീണ്ടും നമസ്കരിക്കുന്നു. പരമഹംസായ, പാരമഹംസന്മാരിൽ മുഖ്യനായിട്ടുള്ള, പൂർണ്ണായ, അതായത് പരിപൂർണനായിട്ടുള്ള, നിഭൃത ആത്മനെ എന്ന് വെച്ചാൽ ഈ ലോകത്തെ ഭൗതികമായ സൃഷ്ടികളുണ്ടല്ലോ, ചരാചരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അതായത് വളരുകയുമില്ല ക്ഷയിക്കുകയുമില്ല, ഒരേ അനുപാതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഭഗവാൻ ആരുടെയും ഉള്ളിൽ കൂടുതലായിട്ടും ഇരിക്കണില്ല, കുറഞ്ഞും ഇരിക്കണില്ല. ഭഗവാന്റെ അംശം ഒരു സ്ഥലത്തും, ഒരു പ്രദേശത്ത് ഇത്തിരി കൂടുതൽ ഭഗവാന്റെ അംശം, മറ്റൊരു സ്ഥലത്ത് ഭഗവാന്റെ അംശത്തിരി കുറവ്, അതില്ല. എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ഒരേ അനുപാതത്തിലാണ് ഇരിക്കുന്നത്. അത് കൂടുതലും വളരുന്നുമില്ല, ക്ഷയിക്കുന്നുമില്ല. ഈ ഭൗതിക ലോകത്തെ ബാക്കി എല്ലാത്തിനെയും എടുത്തു നോക്കിക്കോളൂ. ഉണ്ടാവുന്നു, വളരുന്നു, പിന്നെ ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇതാണ് നമ്മൾ കാണുക. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായി വളരുകയുമില്ല, ക്ഷയിക്കുകയുമില്ല. അങ്ങനെ ശാശ്വതനായിരിക്കുന്ന, പൂർണ്ണ രൂപത്തിലിരിക്കുന്ന പരമഹംസനായ ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 37. സ്വർഗ അപവർഗദ്വാരായ നിത്യം ശുചിഷ്യതേ നമഃ നമഃ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ ദന്തവേ. സ്വർഗം, അപവർഗം. സ്വർഗം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചേരുക, അപവർഗം എന്ന് വെച്ചാൽ മോക്ഷം. നമ്മുടെ കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ സ്വധർമ്മമായിട്ട്, ഇത് എൻ്റെ കർമ്മമാണ്, ഇത് ഞാൻ ഭംഗിയായി നിർവഹിക്കണം എന്ന ഒരു മനസ്ഥിതിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ, അവൻ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ അവൻ പുണ്യജന്മമാണ്. പുണ്യം ചെയ്തവർ സ്വർഗപ്രാപ്തിയാണ് നേടുന്നത്. എന്നാൽ ഇതേ അവനവൻ്റെ കർമ്മങ്ങളെ ഞാനെന്ന ഭാവമില്ല, ഞാനല്ല, ഈ കർമ്മം ചെയ്യാൻ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ശക്തി നൽകുന്നത് ഭഗവാനാണ്, ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് എന്ന ഭാവത്തോടുകൂടി സകലത്തിനെയും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ മുക്തിയെയാണ് പ്രാപിക്കുന്നത്. കണ്ടോ, രണ്ടും സങ്കല്പത്തിലാണ് വ്യത്യാസം. സ്വർഗപ്രാപ്തി നേടുന്നത് പുണ്യം ചെയ്തവരാ. പുണ്യം ചെയ്യാന്ന് വെച്ചാൽ
സ്വധർമ്മം നിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നവരാണ് പുണ്യം ചെയ്തവർ. അവർ സ്വർഗത്തിലെത്തുന്നു. പക്ഷെ അവർ മുക്തി വരാത്തത് എന്തുകൊണ്ടാണ്? അവർ ഞാൻ ചെയ്യുന്നു എന്നതിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ മുക്തി എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ സ്വധർമ്മ ആചരണം, സ്വന്തം കർമ്മങ്ങളെ ഞാനെന്ന ഭാവമില്ലാതെ, മനസ്സിലായോ? ഭഗവാന്റെ എല്ലാതും ഈ ജീവിതത്തിൽ കിട്ടിയതിനെയൊക്കെ ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമായിട്ട് ഭഗവാന്റെ ദാസനായി നിന്നുകൊണ്ട് അനുഭവിച്ച് അതിന് ആ ജന്മത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്യാനുള്ള ശക്തിയും ഭഗവാൻ നൽകുന്നു. ആ കർമ്മവും ഭഗവാനാണ് ചെയ്യുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോഴാണ് മുക്തി സാധ്യമാവുന്നത്. അതാണ് സ്വർഗപ്രാപ്തിയാണെങ്കിലും മുക്തിയാണെങ്കിലും രണ്ടിനും ദ്വാരായ, അതിലേക്ക് രണ്ടിലേക്കും പ്രവേശിക്കാനുള്ള കവാടമായിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. നിത്യനാണ്. ശുചിഷതേ എന്ന് വെച്ചാൽ ഹൃദയശുദ്ധിയുള്ളവരുടെ മനസ്സിൽ വസിക്കുന്നവനുമായ ആ ഭഗവാനെ നമഃ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇനി നമഃ, നമസ്കരിക്കുന്നു ഹിരണ്യവീര്യായ, സ്വർണം പോലെ പ്രകാശിക്കുന്ന വീര്യമുള്ളവനും ചാതുർഹോത്രായ, അതായത് വേദവിധി പ്രകാരം പറയുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളെ തന്തവേ എന്ന് വെച്ചാൽ വിസ്തരിക്കുക, ഈ ഭൂമിയിൽ വിസ്തരിച്ചവനുമായ ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അതായത് സ്വർണമാകുന്ന വീര്യത്തോടു കൂടിയവനും, നമുക്കറിയാലോ ആ സ്വർണ്ണ അണ്ടം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് ആ അണ്ടം പിളർന്നിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പം സ്വർണമാകുന്ന വീര്യത്തോടു കൂടിയവനും അതോടൊപ്പം വേദങ്ങളിൽ അനുശാസിക്കുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളെ ഈ ഭൂമിയിൽ വിസ്തരിപ്പിച്ചതും അങ്ങനെയുള്ളവനുമായ ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് സ്വർഗപ്രാപ്തിക്കാണെങ്കിലും മുക്തിക്കാണെങ്കിലും ഈ രണ്ട് വഴിയിലേക്കുമുള്ള പ്രവേശന കവാടം അങ്ങ് തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ മഹാദേവൻ വാസുദേവനെ സ്തുതിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. ശ്ലോകം 38. നമ ഊർജ്വ ഇഷേ ത്രയ്യ പദയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനെ. നമഃ, ഞാൻ നമസ്കരിക്കുന്നു. ഊർജം എന്ന് വെച്ചാൽ പിതൃലോകത്തെ നിലനിർത്തുന്നവൻ, പിതൃലോകത്തെ പിതൃദേവന്മാർക്ക് ഭക്ഷണത്തെ ആഹാരം നൽകിക്കൊണ്ട് അവരെ നിലനിർത്തുന്നവനും, ഇഷേ ദേവലോകത്ത് ദേവന്മാരെ നിലനിർത്തുന്നവനുമായിട്ടുള്ളവനും, ത്രയ്യപദയെ 3 വേദങ്ങളുടെയും, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, പ്രധാനപ്പെട്ട 3 വേദങ്ങളുടെയും പതിയായിരിക്കുന്നവനും, യജ്ഞരേതസേ യാഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന, ആ യാഗം ചെയ്യുന്നതിന് വേണ്ടി യജ്ഞം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രസം എന്ന് വെച്ചാൽ സോമരസമായിരിക്കുന്നതും ഒക്കെ ഭഗവാൻ, എല്ലാം ഭഗവാൻ തന്നെ എന്ന് പറയാണ്. യാഗയജ്ഞാദി കർമ്മമായിരിക്കുന്നതും അങ്ങ്, ആ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോമരസമായിരിക്കുന്നതും അങ്ങ്, ആദ്യത്തെ പ്രധാനപ്പെട്ട 3 വേദങ്ങളായിരിക്കുന്നതും അങ്ങ്, ദേവലോകത്തെ നിയന്ത്രിക്കുന്നവനും നിലനിർത്തുന്നവനും പിതൃലോകത്തെ നിലനിർത്തുന്നവനുമായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. പിതൃലോകത്തെ പിതൃദേവന്മാർ ഭക്ഷിക്കുന്നതും ദേവലോകത്തെ ദേവന്മാർ ഭക്ഷിക്കുന്നത് എന്താ? ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ആ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുന്ന യജ്ഞഹവിസാണ് അവർ ഭക്ഷിക്കുന്നത്. അത് അവർക്ക് കൊടുക്കുന്നതും അവരിലൂടെ അതിനെ സ്വീകരിക്കുന്നതും യജ്ഞങ്ങളുടെ പതിയായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ ഭഗവാനാണ് ദേവലോകത്തെയും പിതൃലോകത്തെയും നിലനിർത്തുന്നത്. അതുപോലെ വേദങ്ങളുടെ പതിയായിരിക്കുന്നതും അതോടൊപ്പം ഈ യാഗയജ്ഞ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും രസങ്ങളും ഒക്കെ ഭഗവാൻ തന്നെ. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇനി തൃപ്തിദായ ച ജീവാനാം, എല്ലാ ജീവസത്തകൾക്കും പൂർണ്ണ തൃപ്തിയെ നൽകിക്കൊണ്ട് സർവരസാത്മനെ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന രസം ജലരൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ നമഃ, ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പം അങ്ങ് തന്നെയാണ് ഇവിടെ ജലരൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവരുടെ മനസ്സിനും തൃപ്തിയെ നൽകുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ വിഷ്ണു സ്തുതിയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 39. സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമഃ ത്രൈലോക്യപാലായ സഹ ഓജോ ബലായ ച. സർവസത്വാത്മദേഹായ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ദേഹം, ശരീരമായിരിക്കുന്നത് അങ്ങ.
അല്ലേ? എല്ലാത്തിൻ്റെയും ശരീരരൂപത്തിൽ കാണുന്നത് ഭഗവാനാണ്. അതാണല്ലോ വിഷ്ണു. ഓരോ പരമാണുവും നിറയെ പരമാണുക്കളായി പ്രപഞ്ചം മുഴുവൻ പല രൂപത്തിലും ഭാവത്തിലും ശരീരങ്ങളായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ സർവസത്വ എല്ലാത്തിൻ്റെയും ദേഹരൂപത്തിൽ ശരീരരൂപമായിരിക്കുന്നതും അങ്ങാണ്. ഇനി സ്തവീയസേ ഏറ്റവും വലിയ സ്ഥൂലരൂപമായ വിശേഷായ ആ വിശേഷ രൂപമായിരിക്കുന്നതും അങ്ങ. ആ വിശേഷ രൂപം എന്താ? ആ വിശേഷ രൂപമാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ സ്ഥൂല രൂപം എന്ന് പറയുന്ന വിശേഷ രൂപനായ വിരാട് സ്വരൂപനായിരിക്കുന്നതും അങ്ങ് തന്നെ. ആ വിരാട് സ്വരൂപനിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ശരീരമായിരിക്കുന്നതും അങ്ങ് തന്നെ. ഏറ്റവും വലിയ സ്ഥൂല രൂപവും ഏറ്റവും ചെറിയ പരമാണുവായിരിക്കുന്നതും അങ്ങ് തന്നെ. നമഃ നമസ്കരിക്കുന്നു ത്രൈലോക്യപാലായ ത്രിലോകങ്ങളെയും പരിപാലിക്കുന്ന അങ്ങയെ. സഹ ഓജോ ബലായ ച എല്ലാത്തിനും ഓജസ്സും ശക്തിയും നൽകുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങാണ് സർവർക്കും ഓജസ്സും ശക്തിയും നൽകുന്നത്. 3 ലോകങ്ങളെയും പരിപാലിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 39 കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി, ഈ ഒരു രുദ്രഗീതത്തിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം.